ഹായ് ഓൾ. ഈ വീഡിയോയിൽ നമുക്ക് പോയത്തിലെ കുറച്ച് MCQs വിത്ത് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് നോക്കാം. ഇൻ പോം ഹോം ബറിയൽ ബൈ റോബർട്ട് ഫ്രോസ്റ്റ് ഈസ് എ ഡാഷ്. HSA 2015 വന്ന ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ്സ് എ ഡ്രമാറ്റിക് ലിറിക്കാണ്. ആൻഡ് ഇതിൽ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ബാക്കി വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്. ഹോം ബറിയൽ വാസ് ടേക്കൺ ഫ്രം ദ കളക്ഷൻ നോർത്ത് ഓഫ് ബോസ്റ്റൺ. പബ്ലിഷ് ചെയ്ത ഇയർ 1914. ഇതിൽ റൈം സ്കീം റിട്ടൺ ഇൻ ബ്ലാങ്ക് വേഴ്സ് ആണ്. ബ്ലാങ്ക് വേഴ്സിലാണ് എഴുതിയേക്കുന്നത്. ഈ ഹോം ബറിയൽ എന്ന ടൈറ്റിലിൻ്റെ സിഗ്നിഫിക്കൻസ് ആണ് പറയുന്നത്. റെഫറൻസ് ടു ദ ബറിയൽ ഓഫ് ഡെഡ് ചൈൽഡ്. ഒരു ഡെഡ് ചൈൽഡിൻ്റെ ബറിയലാണ് പറയുന്നത്. റെഫറൻസ് ടു ദ ബറിയൽ ഓർ ഡെത്ത് ഓഫ് എ മാരേജ്. ഒരു മാരേജിൻ്റെ ഡെത്തും അല്ലെങ്കിൽ ബറിയലും ആയിട്ടും കൺസിഡർ ചെയ്യാം ഇതിൻ്റെ ടൈറ്റിൽ. ആൻഡ് നെയിം ഓഫ് ദ വൈഫ് ഇൻ ദ പോയം. ആ പോയത്തിൽ കോൺവെർസേഷൻ ബിറ്റ്വീൻ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. അതിനകത്ത് വൈഫിൻ്റെ പേര് ആമി എന്നാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ മെനി സ്പീക്കേഴ്സ് ആർ ഇൻ ദ പോം ഹോം ബറിയൽ. ഹോം ബറിയലിൽ എത്ര സ്പീക്കേഴ്സ് ഉണ്ടെന്ന്. ഇതിൽ ആക്ച്വലി 3 സ്പീക്കേഴ്സാണുള്ളത്. എ ഹസ്ബൻഡ്, എ വൈഫ് ആൻഡ് എ നെറേറ്റർ. The narrator provides the initial setting and scene, while the majority of the poem consists of a dialogue between husband and wife. ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെയാണ് മെജോറിറ്റി ഓഫ് ദ ഡയലോഗ്. ഇത് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് മാത്രമാണ്. നിങ്ങൾ യു ഷുഡ് റീഡ് ദ പോം. ഓക്കെ, നമുക്കറിയാൻ പറ്റില്ല, ഫിഗർ ഓഫ് സ്പീച്ചൊക്കെ വരാൻ ചാൻസസ് ഉണ്ട്. ദിസ് ഇസ് റിവിഷൻ. ഓക്കെ, ആൻഡ് ഹൗ മെനി സ്റ്റാൻസാസ് ഡസ് ദ പോം ബിക്കോസ് ഐ കുഡൻറ്റ് സ്റ്റോപ്പ് ഫോർ ഡെത്ത് ഹാവ്. ഇതിനകത്ത് മിസ്റ്റേക്ക് ഉണ്ട്. ഹൗ മെനി സ്റ്റാൻസാസ് ഡസ് ദ പോയം ബിക്കോസ് ഐ കുഡൻറ്റ് സ്റ്റോപ്പ് ഫോർ ഡെത്ത് എന്നാണ് പോയത്തിൻ്റെ പേര്. ഇതിൽ എത്ര സ്റ്റാൻസാസ് ആണ് ഉള്ളതെന്ന്. ഇതിൽ 6 സ്റ്റാൻസാസ് ഉണ്ട്. 4 ലൈൻസ് ഇൻ ഈച്ച് സ്റ്റാൻസ്. അന്നേരം 24 ലൈനാണുള്ളത്. ഓക്കെ, സ്റ്റാൻസാസ് ഒക്കെ എക്സാമിന് ചോദിക്കാറുണ്ട്, ഓരോ പോയത്തിൽ എത്ര സ്റ്റാൻസാസ് ഉണ്ടെന്ന്. ആൻഡ് ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു. പ്രീവിയസ് ഇയർ അല്ല, 2022 ഓർ 2015 വന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ആൻഡ് ഇത് പബ്ലിഷ് ചെയ്ത ഇയർ 1890 ആണ്. ലിറിക്കൽ പോയമാണ്. തീം ഡെത്ത് ആൻഡ് ഇമ്മോർട്ടാലിറ്റി. ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവാണ്. സ്പീക്കർ ഒരു വുമൺ ആണ്. സ്പീക്കർ ഓഫ് ബിക്കോസ് ഐ കുഡൻറ്റ് സ്റ്റോപ്പ് ഫോർ ഡെത്ത് ഈസ് എ വുമൺ. ആൻഡ് ടോക്കിംഗ് അബൌട്ട് ഹെർ ഡെത്ത്. ഫസ്റ്റ് പബ്ലിഷ്ഡ് പോസ്റ്റ്യൂമസ്ലി ഇൻ പോയംസ് സീരീസ് 1. അതിലാണ് പബ്ലിഷ് ചെയ്തേക്കുന്നത്. പോയംസ് സീരീസ് 1 1890 പബ്ലിഷ് ചെയ്തേക്കുന്നത്. ആൻഡ് ഇത് എഡിറ്റ് ചെയ്തേക്കുന്നത് മേബൽ ലൂമിസ്, ടോഡ് ആൻഡ് തോമസ് വെൻവർത്ത് ഹിക്കിൻസൺ. ഇവരാണ് എഡിറ്റ് ചെയ്തേക്കുന്നത്. അവരൊരു ടൈറ്റിലും ഇതിന് പ്രൊവൈഡ് ചെയ്തു. അതാണ് ദ ചാരിയോട്ട്. ഇത് ബിക്കോസ് ഐ കുഡൻറ്റ് സ്റ്റോപ്പ് ഫോർ ഡെത്തിൻ്റെ അനദർ ടൈറ്റിൽ ചോദിച്ചാൽ ദ ചാരിയോട്ട് ആണ്. ആൻഡ് 3 പീപ്പിൾ ഇൻ ദ ക്യാരേജ് ആരൊക്കെയാണ്? സ്പീക്കർ, ഡെത്ത് ആൻഡ് ഇമ്മോർട്ടാലിറ്റി. ദ സ്പീക്കർ ഓഫ് ഡിക്കൻസ് പോയം മീറ്റ് പേഴ്സോണിഫൈഡ് ഡെത്ത് ആൻഡ് ഡെത്ത് ഈസ് എ ജെൻറ്റിൽമാൻ ഹു ഈസ് റൈഡിങ് ഇൻ ദ ഹോഴ്സ് കാരേജ്. ഇതിനകത്ത് ഡെത്തിനെ ഒരു ജെൻറ്റിൽമാൻ ആയിട്ടാണ് കൺസിഡർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് ദ വേർഡ് ഗ്രേറ്റ് മീൻസ് എനിത്തിങ് ഇൻ പോയട്രി. This poem is one of the greatest in the English language. Which critic opined this about Emily Dickinson's Because I Couldn't Stop for Death? ഇതൊരു എക്സാമിന് വന്നതാണ്. ഇതിൻ്റെ ആൻസർ ഏതാണ്? അലൻ ടാറ്റെ. ആൻഡ് മോർ ഇൻഫർമേഷൻ അബൌട്ട് ദിസ് പോയം. എമിലി ഡിക്കൻസൻ്റെ പോസ്റ്റ്യൂമസ് നിക് നെയിം ദ ബെല്ലെ ഓഫ് ആംഹേഴ്സ്റ്റ് ആണ്. ഹി കൈൻഡ്ലി സ്റ്റോപ്പ് ഫോർ മീ. അവിടെ ഒരു ഫിഗർ ഓഫ് സ്പീച്ച് ഉണ്ട്. ആൻസർ ഈസ് പേഴ്സോണിഫിക്കേഷൻ. വി പോസ് ബിഫോർ എ ഹൗസ്. ആ ഹൗസിനെ കൺസിഡർ ചെയ്യുന്നത് ഗ്രേവ് ആയിട്ടാണ്. ഹി ന്യൂ നോ ഹേസ്റ്റ് ഹൂ ഡെത്ത്. ഇതൊക്കെ വരാൻ ചാൻസ് ഉള്ളതാണ്. നിങ്ങൾ പിന്നെ ഈ പോയത്തിലേക്ക് ഫിഗർ ഓഫ് സ്പീച്ചസ് ഒക്കെ നോക്കിക്കോണം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സം ഓഫ് ദ ഇഡിയംസ് ഓഫ് ദ പോയം ടെലഫോണിക് കോൺവെർസേഷൻ പോയിൻ്റ് ഔട്ട് ദ ജനറൽ ജോഗ്രഫി ഓഫ്. ദ ആൻസർ ഈസ് ലണ്ടൻ. ജനറൽ ജോഗ്രഫി ഓഫ് ലണ്ടൻ. ആൻഡ് ഇതും ഒരു എക്സാമിന് വന്നതാണ്. ആൻഡ് മോർ ഇൻഫർമേഷൻ അബൌട്ട് ദിസ് പോം. ഇതിൻ്റെ പോയറ്റ് വോൾസോയിങ്കയാണ്. വോൾസോയിങ്കയ്ക്ക് നോബൽ പ്രൈസ് കിട്ടിയത് HSAക്ക് ചോദിച്ചിട്ടുണ്ട്. 1986 ഓക്കെ. ആൻഡ് ദിസ് പോയം പബ്ലിഷ്ഡ് ഇൻ 1963. ഒരു ആഫ്രിക്കൻ സ്പീക്കറാണ്. പോയം ഓപ്പൺസ് വിത്ത് ആഫ്രിക്കൻ സ്പീക്കർ.
റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ആണ് സൊസൈറ്റിയിലെ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ, അതിൻ്റെ ലോ പാസ് ചെയ്തിട്ടും അതിന് അഗൻസ്റ്റുള്ള ലോ പാസ് ചെയ്തിട്ടും റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ സൊസൈറ്റിയിലുണ്ടെന്നാണ് ഈ പോയം കാണിക്കുന്നത്. ഇതൊരു ലിറിക് പോയം റിട്ടൺ ഇൻ ഫ്രീ വേഴ്സ് ആണ്. ലിറിക് പോയം റിട്ടൺ ഇൻ ഫ്രീ വേഴ്സ്. ഒറ്റ സിംഗിൾ സ്റ്റാൻസ പോയമാണ്, 37 ലൈൻസ്. ഒരു ക്വസ്റ്റ്യൻസ് ഫോമാറ്റ് ബിറ്റ്വീൻ ടു പീപ്പിൾ. ഓക്കെ, ആൻഡ് ഇതൊരു സറ്റയറാണ്. ഇതൊരു ക്വസ്റ്റ്യൻസ് ഫോമാറ്റാണ്. ഒരു ബ്ലാക്ക് മാൻ വിത്ത് എ വൈറ്റ് ലേഡി. ഓക്കെ, ആൻഡ് ലേഡി ഈസ് ആസ്കിങ് ദ ഷെയ്ഡ് ഓഫ് ഹിസ് കളർ ആൻഡ് ബ്ലാക്ക് മാൻ ഈസ് ലുക്കിംഗ് ഫോർ എ റെൻറ്റഡ് റൂം. ദ പോയിന്റ് ഡിസ്ക്രൈബ്സ് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ആൻഡ് ഡബിൾ സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പം ഈ ഒരു പോയത്തിൽ റൂം കൊടുക്കാമെന്ന ഒരു അഡ്വർടൈസ്മെൻറ്റ്, അങ്ങനെ കളർ ഡിഫറൻസ് ഇല്ലാതെ റൂം കൊടുക്കുമെന്നൊരു അഡ്വർടൈസ്മെൻറ്റ് ന്യൂസ് പേപ്പറിലിട്ടു. പക്ഷേ നേരിട്ട് സംസാരിക്കുമ്പോൾ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് കളർ ചോദിക്കുന്നു. ആ ഒരു രീതിയിലാണ് ഇപ്പം പോകുന്നത്. ഇൻ ടെലഫോണിക് കോൺവെർസേഷൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ടെലഫോണിക് കോൺവെർസേഷൻ ദ ലാൻഡ് ലേഡീസ് സ്പീച്ച് ഈസ് written in block letters. Landlady's speech is written in block letters. And next question, the sills in the house of 1,000 doors are cut in bronze. And about this poem, in the poet എന്ന് പറയുന്നത് മീന അലക്സാണ്ടർ. ഡയസ്പോറിക് റൈറ്ററാണ്, അതായത് ജനിച്ചത് ഒരു നാട്ടിൽ, വളർന്നത് മറ്റൊരു നാട്ടിൽ. സോ ദർ ഈസ് കൾച്ചറൽ ഡിഫറൻസ് ഉണ്ട്. ആൻഡ് ദിസ് പോയം പബ്ലിഷ്ഡ് ഇൻ 1988. പോസ്റ്റ് കൊളോണിയൽ ആസ്പെക്ട് ഓഫ് ഫെമിനിൻ ടച്ച് ക്യാൻ ബി സീൻ ഇൻ ദിസ് പോയം. 3 സ്റ്റാൻസ് ഓഫ് പോയമാണ്. ആൻഡ് ദിസ് പോയം കംപ്രൈസസ് 59. ഓക്കെ, House on 1,000 Doors is a collection by Meena Alexander that comprises 59 poems. And prose pieces reflect her multicultural heritage and the complexity that arise from it. And dream poem talks about ഇതൊരു ഡ്രീം പോയമാണ്. ഓക്കെ, ഹൗസ് ഓഫ് 1,000 Doors is a dream poem, talks about nostalgia, house in Kerala, India in general, and patriarchal society where her grandmother lived. Okay, next question, the most important literary device employed in the poem "This is a photograph of me" is HSA 2022 ചോദിച്ചതാണ്. ലിറ്റററി ഡിവൈസ് എംപ്ലോയ്ഡ് ഇൻ ദ പോയം "This is a photography of me" മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഏതാണ്? എൻചാൻമെൻറ്റ്. ഓക്കെ, enchantment is a poetic device where a sentence or phrase continues from one line of poetry to next without a pause or punctuation mark at the end of the line. And more information about this poem is the author Margaret Atwood. And feminist perspective poem ആണ്. 26 line poem, lyric poem. Speaker of the poem is dead and her body lies under the water. Okay, next question, what is the dream shared by David Diop at the end of Africa? HSA 2022 വന്നതായിരുന്നു. The answer is a free Africa. ഓക്കെ, അന്നേരം നമുക്ക് ഈ ഒരു പാർട്ട് ബാക്കി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what is the dream shared by David Diop at the end of Africa? A free Africa. HSA 2022 വന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, അന്നേരം നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം. നെക്സ്റ്റ് പാർട്ട് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.